നമസ്കാരം, സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചച്ചീരയും ചക്കക്കുരും കൂടി തോരൻ വെക്കുന്ന വിധം കാണാം. അതിനായി എടുത്തിരിക്കുന്നത് 2 പിടി പച്ചച്ചീരയാണ്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചക്കക്കുരു 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചുരണ്ടി അരിഞ്ഞെടുക്കാം. അരിഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് തോരൻ ആവശ്യമായ തേങ്ങ ചതച്ചെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരിയത്, 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 10 ചുമന്നുള്ളി, കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചതച്ചെടുക്കാം. ഇടികല്ലില്ലാത്തവർ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കുക. കടായി വെച്ച് ചൂടായതിനു ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റ് ആവിയിൽ വേവിക്കുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. തോരൻ തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.